നമസ്കാരം. വിമതസേന അധികാരം പിടിച്ചെടുത്തതോടെ സിറിയയിൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രയേലും അമേരിക്കയും. സിറിയയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ആയുധശേഖരം വിമതസേനയുടെ കയ്യിലെത്തുന്നത് തടയാനാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ എന്നിവ തമ്പടിച്ചിരുന്ന 3 സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ബോംബാക്രമണം നടത്തി. ബഷാറിനെ പുറത്താക്കിയ ശേഷം സിറിയയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഇതിനിടയിൽ സിറിയയിലെ നിരവധി ഐസിസ് കേന്ദ്രങ്ങളിൽ അമേരിക്കയും ആക്രമണം നടത്തിയതായി ബൈഡൻ അറിയിച്ചു. സിറിയയിലെ വിവിധയിടങ്ങളിലാണ് അമേരിക്ക കനത്ത ആക്രമണങ്ങൾ നടത്തിയത്. മധ്യ സിറിയയിലെ ഐസിസ് ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. വടക്കുകിഴക്കൻ സിറിയയിലെ കാമിഷ്ലി വിമാനത്താവളം, ഹോംസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഷിൻഷാർ താവളം, തലസ്ഥാനമായ ദമാസ്കസിന് തെക്ക് പടിഞ്ഞാറുള്ള അഗ്രബ വിമാനത്താവളം എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത്. ഡമാസ്കസിലെ ഗവേഷണ കേന്ദ്രം എന്നിവയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. അതേസമയം വിമതസേന പിടിച്ചെടുത്ത സിറിയയിലേക്ക് വലിയ രീതിയിൽ അഭയാർത്ഥി പ്രവാഹവും നടക്കുന്നുണ്ട്. അസദ് കുടുംബാധിപത്യ കാലത്തും 13 വർഷം നീണ്ട വിമത പോരാട്ട കാലത്തും സിറിയയിൽ നിന്നും പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളാണിവർ. ഇവരിൽ ഭൂരിപക്ഷം പേർക്കും ഇടം നൽകിയത് തുർക്കിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ രാജ്യമായി അതോടെ തുർക്കി മാറി. പുതിയ സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താനായി തുർക്കി സിറിയൻ അതിർത്തിയിലെത്തി കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ. 13 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ 60 ലക്ഷത്തോളം സിറിയൻ പൗരന്മാരാണ് വിവിധ സ്ഥലങ്ങളിലായി ചിന്നിച്ചിതറിപ്പോയത്. നാട് വിട്ടുപോയ കുറെ പേർ ഈ വർഷം മടങ്ങിയെത്തിയതായി വിവരം ലഭിച്ചതായി അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഈ വർഷം ആദ്യ 8 മാസം കൊണ്ട് 34,000-ഓളം സിറിയൻ പൗരന്മാർ രാജ്യത്ത് മടങ്ങിയെത്തിയെന്നാണ് കണക്ക്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത വർഷവും വലിയ തോതിൽ സിറിയൻ പൗരന്മാർ നാട്ടിലേക്ക് മടങ്ങാനാണ് സാധ്യത. അസദ് രാജ്യം വിട്ടതോടെ സിറിയയിലെമ്പാടും വലിയ തോതിലുള്ള ആഘോഷങ്ങളാണ് നടന്നത്. കാറുകളിലും തുറന്ന വാഹനങ്ങളിലും നിരവധി പേർ ആഘോഷ പരിപാടികളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നാട് വിട്ടുപോയവർ കൂട്ടത്തോടെ മടങ്ങിയെത്താൻ തുടങ്ങിയതോടെ റോഡുകളിൽ വലിയ തോതിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കുകയായിരുന്നു. ഡമാസ്കസ്, ഹമ, ആലപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിയുന്നവരെല്ലാം മോചിതരായി എന്നാണ് റിപ്പോർട്ട്. ഈ ജയിലുകളിൽ ദമാസ്കസിലെ സെയ്ത്നയ ജയിൽ ഏറെ കുപ്രസിദ്ധമാണ്. മനുഷ്യ അറവുശാല എന്ന അപരനാമത്തിലായിരുന്നു ഈ ജയിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് 2021 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സിറിയൻ ഭരണകൂടത്തിന് കീഴിൽ ജയിലുകളിൽ 1,00,000-ലധികം പേർക്ക് ജീവഹാനിയുണ്ടായി. വധശിക്ഷയ്ക്ക് വിധേയരാവുകയോ മറ്റേതെങ്കിലും വിധത്തിൽ മരിക്കുകയോ ചെയ്തവരുടെ കണക്കാണിത്. ഇതിൽ 30,000-ലധികം പേർ ദമാസ്കസിലെ ജയിലിൽ മാത്രം മരിച്ചു. സിറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് 2006 സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥാപിതമായത്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനമായ ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 2011 മുതൽ ദമാസ്കസിലെ ജയിലിൽ കൊലപാതകം, പീഡനം, നിർബന്ധിത പലായനം, തെളിവ് പോലും അവശേഷിപ്പിക്കാതെയുള്ള അപ്രത്യക്ഷമാകൽ എന്നിവയെല്ലാം നടന്നിരുന്നുവെന്നാണ്. പൊതുജനത്തിന് നേർക്കുള്ള ഇത്തരം അതിക്രമങ്ങൾ ഭരണകൂടത്തിന്റെ നയമാണെന്നും കണ്ടെത്തിയിരുന്നു. ദമാസ്കസ് ജയിലിലെ ക്രൂരതകൾ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. സെയ്ദ്നയയിലെ സൈനിക തടവറയിൽ 2 ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2011 ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ജനങ്ങളെ അടയ്ക്കാൻ ചുവന്ന നിറത്തിലുള്ള കെട്ടിടവും, പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന സൈനികരെ അടയ്ക്കാനും മറ്റും ഓഫീസുകൾക്കുമായി വെള്ള നിറത്തിലുള്ള കെട്ടിടവും ദമാസ്കസിലെ ജയിലിൽ സജ്ജമായിരുന്നു. ചുവന്ന കെട്ടിടത്തിൽ പാർപ്പിച്ചിരുന്ന 10,000-കണക്കിന് തടവുപുള്ളികളെ രഹസ്യമായി വധിച്ചതായിട്ടാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിലുള്ളത്. തൂക്കിലേറ്റുന്നതിന് മുമ്പ് തടവിലുള്ളവരെ ദമാസ്കസിന് സമീപമുള്ള അൽ ഖുബൂനിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കോടതികളിൽ ഹാജരാക്കി വിചാരണയ്ക്ക് വിധേയരാക്കി വധശിക്ഷ വിധിക്കും. വിചാരണ 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത്. അതിനുള്ളിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാകും. തുടർന്ന് ഇരകളെ ചുവന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു തടവറയിലെത്തിക്കും. 3-4 മണിക്കൂർ ഈ ഇരകളെ മർദ്ദിക്കും. അർദ്ധരാത്രിയോടെ കണ്ണുകൾ കെട്ടി ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലെത്തിക്കും. ആ കെട്ടിടത്തിന്റെ അടിത്തറയിലുള്ള ഒരു മുറിയിലെത്തിച്ച് തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 2 തവണ ഈ ശിക്ഷ നടപ്പാക്കിയിരുന്നു. ഓരോ തവണയും 20 മുതൽ 50 പേർ വരെ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകൾ കെട്ടിയിട്ടിരുന്നതിനാൽ കഴുത്തിൽ കുരുക്ക് വീഴുന്നതുവരെ തങ്ങൾ മരിക്കുകയാണെന്ന് ഇരകൾ അറിഞ്ഞിരുന്നില്ല.